നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം ശ്രീ കാവാലി ശശികുമാർ. വളരെ രസകരമായ പല സംഭവങ്ങൾക്കും കാരണമാവുകയാണ് നമ്മുടെ ഈ ശ്രീധരൻ്റെ നടപടികൾ. കേന്ദ്ര ബജറ്റിൽ നമ്മുടെ അതിവേഗ റെയിൽ പദ്ധതിയില്ല എങ്കിലും അദ്ദേഹം വലിയ പ്രതീക്ഷയിലാണ്. പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് പാലക്കാട് സ്വന്തം ഓഫീസ്, അതും ഈ അതിവേഗ റെയിൽ പദ്ധതിക്ക് വേണ്ടി അദ്ദേഹം സെറ്റ് ചെയ്തിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം ഇപ്പോൾ BJPയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ കാര്യമായി പ്രവർത്തിക്കുന്നില്ല ഈ ശ്രീധരനെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. BJP അധികാരത്തിലെത്തിയാൽ അതിവേഗ റെയിൽപാത കേരളത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന്. അദ്ദേഹം ഇപ്പോൾ ഒരു സ്വപ്ന ലോകത്തിലാണ്. ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ശ്രീധരൻ എന്തു പറ്റിയെന്ന ചോദ്യം ഉയരുന്നു. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ ശരിക്കും നമ്മുടെ മലയാളി അല്ലെങ്കിൽ കേരളം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. 2-3 കാര്യങ്ങൾ എനിക്ക് വളരെ പേഴ്സണലായിട്ട് അത് ബന്ധമുണ്ട്. ദീർഘകാല ബന്ധമൊന്നും, നിരന്തര ബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും, പക്ഷേ ഹൃദ്യമായ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടാവും. ഞാൻ താമസിക്കുന്നത് പട്ടാമ്പിയിലാണ്, അദ്ദേഹം പൊന്നാനിയിലാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ അദ്ദേഹം എന്നെ വിളിച്ച് നിർബന്ധമായും ശശികുമാർ വരണം എന്ന് പറഞ്ഞ് വിളിച്ച് ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ പേഴ്സണലി ബന്ധം. ഡൽഹിയിൽ ഞാൻ ജോലി ചെയ്യുന്ന കാലം മുതൽ അദ്ദേഹമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ഭാഗമാണത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ചെയ്തത് വളരെ കൃത്യമായ കാര്യങ്ങളാണ്. 21 ദിവസം കൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു പ്രഖ്യാപനത്തിന് 21 ദിവസം കൊണ്ട് അദ്ദേഹം ഒരു DPR എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് അത് തയ്യാറാക്കി. കേരള സർക്കാർ ഒരു കേരയിൽ എന്ന് പറഞ്ഞൊരു പദ്ധതിക്ക് വേണ്ടിയിട്ട് പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ, അതിൻ്റെ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ വേണ്ടി 2.5 വർഷം എടുത്തു. ഇദ്ദേഹം 21 ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ടായിട്ടുണ്ടായിരുന്ന ആൾക്കാർ പൂർണ്ണ സമയം അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നിട്ട് ആ ഓഫീസിൽ വന്നിരുന്ന് 21ാം ദിവസം പ്രോജക്റ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ പ്രോജക്റ്റ് റിപ്പോർട്ട് വായിച്ചാൽ എനിക്കൊന്ന് തോന്നുന്നു സാറിനും വളരെ സംശയം മാറിക്കിട്ടുമെന്ന് എനിക്ക്. മുമ്പൊരിക്കൽ ഇതേ പദ്ധതി തയ്യാറാക്കാൻ ഈ ശ്രീധരനെ കേരള സംസ്ഥാനം ഏൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത്തരമൊരു പ്രോജക്റ്റ് ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ട്. അതൊരു ഭാഗമാണ് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ ഒരു പാറ്റേൺ, അദ്ദേഹത്തിന് പാറ്റേൺ ഉണ്ട്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ ഈ റെയിൽവേയുടെ കാര്യത്തിൽ. ഇപ്പോൾ കൊങ്കൺ റെയിൽവേ പോലെ ഒരു നമുക്ക് ഈ ലോകാത്ഭുതം എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ ഇന്ത്യയിലെ ഒരു അത്ഭുതം തന്നെയാണ് കൊങ്കൺ റെയിൽവേ, സംശയമില്ലാത്ത കാര്യമാണ്. ആ കൊങ്കൺ റെയിൽവേ പോലെയുള്ള ഒരു പ്രോജക്റ്റ് അദ്ദേഹം വിഭാവനം ചെയ്യുമ്പോൾ അതിന് മുമ്പൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ശീലമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ശീലം കൂടിയാണ്. ഇപ്പോൾ 2-3 കാര്യങ്ങൾ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ആദ്യം ഒരു മെയിൽ വന്നു, ഒരു പത്രസമ്മേളനം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ മനസ്സിലാദ്യം വിചാരിച്ചു, ഞാൻ അന്നേരം തന്നെ തീരുമാനിച്ചു ഒന്ന് പോകണം എന്ന് കാര്യം. അദ്ദേഹം ഈ തീരുമാനത്തിലാണെങ്കിൽ എന്താണ് ഈ കാര്യം, നേരത്തെ ചോദിച്ച ചോദ്യം. 93 വയസ്സായ ഒരു മനുഷ്യനാണ്. 93 വയസ്സായ ഒരു മനുഷ്യൻ ഇങ്ങനെ വളരെ സ്റ്റബണായിട്ട് ഇങ്ങനെ ഈ കാര്യത്തിൽ തീരുമാനമെടുത്ത് ഇങ്ങനെ നിർബന്ധം പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ നടത്തി അടങ്ങുള്ള ഭാവത്തിൽ അതെന്താണെന്ന് നേരിട്ട് അറിയാൻ കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പോയി. പക്ഷേ അദ്ദേഹം എന്നെ അന്ന് രാവിലെ 6 മണിയാകുമ്പോൾ വിളിച്ചിരിക്കുന്നത്, ശശികുമാർ നിങ്ങൾ എവിടെയാണുള്ളത്, തിരുവനന്തപുരത്താണോ കോഴിക്കോട്ടാണോ? അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാനിങ്ങനെ പട്ടാമ്പിയിലുള്ളത്. ഓ വെരി ഗുഡ്, ഞാൻ പറഞ്ഞു പത്രസമ്മേളനം അറിയാവുന്നുണ്ട്, അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാനിവിടെ നിൽക്കുകയാണ്, ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ഹാപ്പി പറഞ്ഞു. അവിടെ ചെന്നു. അദ്ദേഹം വന്നിരുന്നത് 10:30 പത്രസമ്മേളനം വെച്ചു. അദ്ദേഹം 10:25 ആയപ്പോഴേക്കും താഴെ ഇറങ്ങി വന്നിരുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി പത്രക്കാരെല്ലാവരും വന്നു കഴിഞ്ഞിരിക്കുന്നു, ക്ഷണിച്ച ആൾക്കാരെല്ലാം വന്നു. അപ്പോൾ ആരോ പറഞ്ഞ് തുടങ്ങാം എന്ന് പറഞ്ഞു. സാർ ഇങ്ങനെ വാച്ചിലേക്ക് നോക്കി, നോ 10:27 ആയിട്ടുള്ളൂ, 10:30 ഈസ് മൈ ടൈം. 1 മിനിറ്റ് മുമ്പോട്ടുമില്ല, 1 മിനിറ്റ് പിന്നോട്ടുമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു ഭാഗ്യം, വിശ്വാസ്യത അതൊരു വലിയ പ്രശ്നമാണെന്ന്. ഈ വിശ്വാസ്യത അദ്ദേഹം സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് കൊങ്കൺ റെയിൽവേയുടെ ഹിസ്റ്ററിയിൽ മാത്രമല്ല, ഇതുവരെ ഉണ്ടായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ബ്യൂറോക്രാറ്റ് എന്നതിൽ അദ്ദേഹത്തിന് സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ കേന്ദ്രത്തിൽ റെയിൽവേ പ്രോജക്റ്റ് വന്നു. ആ പ്രോജക്റ്റ് വന്നപ്പോൾ അതിനകത്ത് ഇതില്ല, കേന്ദ്ര സർക്കാർ സമ്മതിക്കുമെന്ന് അറിയില്ല, സംസ്ഥാന സർക്കാർ താല്പര്യം കാണിക്കില്ല. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ 2 വ്യക്തമായ ഒരു പദ്ധതിയായിട്ടാണ് എനിക്ക് ഇന്നലത്തെ പത്രസമ്മേളനം കൂടി തോന്നിയത്. അദ്ദേഹത്തെ എന്താണ് ഇതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വിഭാവന ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞ് പണ്ട് റെയിൽവേ ഒരു ബജറ്റിൽ ഒരു പ്രോജക്റ്റ് പ്രഖ്യാപിക്കുക, അത് കഴിഞ്ഞ് അത് അവതരിപ്പിക്കുക, അങ്ങനെ കുറേ സാങ്കേതികമായ കാര്യങ്ങളാണ്. റെയിൽവേ ബജറ്റ് എന്ന് പറഞ്ഞ സാധനം പൂർണ്ണമായിട്ട് മാറ്റിയതോടുകൂടി റെയിൽവേ ഒരു പൈസ മാത്രം മാറ്റിവെക്കുന്നു. അപ്പോൾ അത് മാത്രമാണ് ഇപ്പോൾ റെയിൽവേക്കുള്ളത്. പിന്നെ അനുദിനം റെയിൽവേക്ക് നയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, റെയിൽവേ ബോർഡിന് പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പറ്റും, ആ പദ്ധതി നടപ്പിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേറെ തരത്തിലുള്ള സാങ്കേതിക പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോൾ വേണം ചെയ്യാം. അപ്പം ഇദ്ദേഹം 2024 ഫെബ്രുവരിയിൽ ഈ പ്രോജക്റ്റ്, ഇപ്പോൾ ഈ അവതരിപ്പിച്ചിരിക്കുന്ന ഈ പ്രോജക്റ്റിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും കൊടുത്തതാണ്.
അപ്പോൾ ഇത് രണ്ട് കൂട്ടരും അത് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അശ്വിനി വൈഷ്ണവിനെ പോയി കാണുന്നത്. കണ്ട് അദ്ദേഹം സംസാരിച്ച സമയത്ത് പറഞ്ഞു, ഞാനത് കണ്ടിരുന്നു, ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ ആഘാതമായി പഠിച്ചിട്ടില്ലെങ്കിലും എനിഹാവ് നിങ്ങൾ പറയുന്നതിൻ്റെ പ്രോജക്റ്റ് അനുസരിച്ച് അത് വലിയൊരു വിജയകരമാക്കാൻ പറ്റുന്ന സംഗതിയാണ്, അതിനോട് യു ഗോ ഹെഡ് എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം കേരളത്തിൽ വരികയും ഈ ഓഫീസ് തുടങ്ങുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തത്. അപ്പോഴും ഈ ചോദ്യം ഞാൻ ഇപ്പോൾ ഈ സംശയം സാർ എന്ത് അടിസ്ഥാനത്തിലാണ് അവിടുന്ന് അനുമതി? ശശികുമാർ, യു നോ, കൊങ്കൺ റെയിൽവേ ഞാൻ ആരംഭിക്കുമ്പോൾ ജോർജ് ഫെർണാണ്ടസ് മിനിസ്റ്റർ, ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇറ്റ്സ് എ ഗുഡ് ഐഡിയ, ഇത് രാജ്യത്തിന് വളരെ നേട്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്, യു ഗോ ഹെഡ് എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല. കൊങ്കൺ റെയിൽവേക്ക് വർക്ക് ഞാൻ തുടങ്ങി 3 മാസം കഴിഞ്ഞപ്പോഴാണ് അതിന് അനുമതി പ്രഖ്യാപിക്കുന്നത്. 4 മാസം കഴിഞ്ഞാണ് എന്നെ നിയമിക്കുന്നത്. പക്ഷേ 4 മാസം മുമ്പ് ഞാൻ അതിൻ്റെ പരിപാടികൾ തുടങ്ങുകയും ചെയ്തിരുന്നു, മുന്നോട്ട് പോയി. അതിന് അനുഭവിച്ച കൊങ്കൺ റെയിൽവേയിൽ ഞാൻ തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഈ ബ്യൂറോക്രസിയിൽ നിന്ന് രക്ഷപ്പെട്ട് വരാൻ വേണ്ടി. ഞാനത് നടപ്പിലാക്കിയെടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പദ്ധതി നടപ്പിലാക്കും, ഈ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം ഏറ്റവും 1.5 ലക്ഷം കോടി രൂപ ചെലവഴിക്കേണ്ടി വരുന്ന ഒരു പദ്ധതി, പല പദ്ധതികൾക്ക് പകരം വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ 53,000 കോടി രൂപ, 56,000 കോടി രൂപയുടെ ഈ പദ്ധതി ഉണ്ടെങ്കിൽ ഇത് ആരാണ്, ഏത് ബുദ്ധിയുള്ള ആൾക്കാരാണ് അത് ഉപേക്ഷിക്കുക? ബുദ്ധിയില്ലാത്ത ആൾക്കാരല്ലാതെ വേറെ ആൾക്കാർ അതിന് തടസ്സം നിൽക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതിവേഗ റെയിൽ പദ്ധതിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളം വാസ്തവത്തിൽ വലിയ പ്രതീക്ഷയിലായിരുന്നു. 2 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ, 4 മണിക്കൂർ കൊണ്ട് കോഴിക്കോട്, കണ്ണൂരിലേക്ക് അത്തരമൊരു പുത്തൻ ലോകം കേരളത്തിന് കിട്ടുമെന്നൊക്കെ നമ്മൾ സ്വപ്നം കണ്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേന്ദ്ര ബജറ്റിൽ ഇതേക്കുറിച്ച് ഒരു പരാമർശവുമില്ല. എങ്കിലും അവിടെ തളരാതെ തൊട്ടടുത്ത ദിവസം പാലക്കാട് അതിവേഗ റെയിൽവേ പദ്ധതിക്ക് വേണ്ടി ഇദ്ദേഹം ഓഫീസ് തുറക്കുന്നു. പിന്നീട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങളൊന്നുമില്ല. റെയിൽ പദ്ധതിയെ തുടക്കത്തിൽ വിമർശിച്ച ശ്രീധരൻ എന്തുപറ്റി എന്ന ചോദ്യം പിന്നീടാണ് പ്രസക്തമാകുന്നത്. ഈ പദ്ധതി നടക്കും എന്ന ആത്മവിശ്വാസത്തിലാണോ ഇപ്പോഴും അദ്ദേഹം? നല്ല ആത്മവിശ്വാസത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ 8 ഓഫീസർമാർ ഇന്നലെ ഉണ്ടായിരുന്നു. അവരെല്ലാം അദ്ദേഹത്തിനോട് പല കാലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ അവരോടും സംസാരിച്ചു. അവരും പറഞ്ഞു, ഈ പദ്ധതി കേന്ദ്രത്തിന് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല. സംസ്ഥാന സർക്കാരിന് 49%, കേന്ദ്ര സർക്കാരിന് 51% പങ്കാളിത്തമുള്ളൊരു പ്രോജക്റ്റാണ് ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് ഒരു വർഷം 4,065 കോടി രൂപ അത്രയാണ് ചിലവഴിക്കേണ്ടി വരിക. സംസ്ഥാന സർക്കാരിന് 3,800 ചില്ലുവാനും രൂപയും. അപ്പോൾ ഇത്രയും പൈസ ഇതിന് മുടക്കേണ്ടി വരുന്നുള്ളൂ. ഈ പൈസ കൊടുക്കാൻ റെയിൽവേയുടെ തന്നെ സംവിധാനമുണ്ട്, റെയിൽവേക്ക് തന്നെ ഫിനാൻസ് സംവിധാനമുണ്ട്. അവർ കൊടുക്കാൻ തയ്യാറായിരിക്കും, പലിശരഹിതമായിട്ട് പോലും ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാവും. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്, കേന്ദ്ര സർക്കാരിന് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഇതിന് മുമ്പിൽ എത്തിയിട്ടില്ല, വയബിളായിട്ടുള്ള പ്രോജക്റ്റ് എത്തിയിട്ടില്ല. ഇപ്പോൾ റെയിലിൻ്റെ കാര്യത്തിലായാൽ പോലും DPR കൊടുത്തിരിക്കുന്നതും അവർക്ക് പൂർണ്ണ വിശ്വാസമില്ല നടപ്പിലാക്കാൻ പറ്റുമെന്ന്. അവർ ചോദിക്കുന്നത്, കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനപ്രകാരം വന്നിരിക്കുന്ന ഒരു പദ്ധതിക്ക് ഭൂമി എടുത്തു കൊടുക്കാൻ കഴിയാത്ത ആൾക്കാർ നിങ്ങളെങ്ങനെയാണ് ഇത്രയും ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ? ഇതിന് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കേണ്ട പ്രശ്നം വരുന്നില്ല. തൂണിന്മേലാണ് ഇത് പോകുന്നത്. 25 മീറ്റർ ഈ തുരങ്കം, ബാക്കി മുഴുവൻ തൂണിന്മേലാണ് പോകുന്നത്. 20 മീറ്റർ വീതിയിലാണ് ഇത് എടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു വലിയ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞ ഈ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഏറ്റെടുത്ത സ്ഥലം ഈ ഉടമകൾക്ക് തന്നെ വേണമെങ്കിൽ ലീസിന് കൊടുക്കും. അവർക്കവിടെ ചെറിയ കൃഷി നടത്താനും ചെറിയ സംവിധാനങ്ങൾ നടത്താനൊക്കെ സംവിധാനം പോലും ഉണ്ടാവും. അപ്പോൾ ആ തരത്തിൽ പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ ഇത് പദ്ധതി നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതി തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്നലെയും സംസാരിച്ചപ്പോൾ. മറുവശത്ത് ഇദ്ദേഹം BJP അധികാരത്തിൽ വന്നാൽ അതിവേഗ റെയിൽ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാകുമെന്ന് പറയുമ്പോൾ, മറുവശത്ത് BJPയുടെ നേതാക്കൾ, പ്രത്യേകിച്ച് സംസ്ഥാന നേതാക്കൾ, ഇതേക്കുറിച്ച് ഒരു പ്രതികരണവും നടത്തുന്നില്ല. ഈ ശ്രീധരൻ്റെ ഈ പദ്ധതിക്ക് അനുകൂല മനോഭാവം പ്രകടിപ്പിക്കുന്ന തലത്തിൽ പോലും അവർ പ്രതികരിക്കുന്നില്ല. എന്താണ് BJPയുടെ ഈ നിസ്സംഗത? പക്ഷേ അതും ചോദിച്ചു. ഇന്നലെ പത്രസമ്മേളനത്തിൽ ഒരാൾ ചോദിക്കുകയും ചെയ്തു, നിങ്ങളുടെ ഈ പ്രോജക്റ്റിനെ BJP അങ്ങനെയല്ല. നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു, സംസാരിച്ചു. രാജീവ് ചന്ദ്രശേഖരനെ ഈ കാര്യം ബ്രീഫ് ചെയ്തു. രാജീവ് ചന്ദ്രശേഖർ ഇതിന് ശേഷം കേന്ദ്ര BJP നേതൃത്വമായിട്ടും കേന്ദ്ര സർക്കാരുമായിട്ടും സംസാരിച്ചു. അപ്പോൾ അവർ ചെയ്യാൻ പോകുന്നൊരു പ്രോജക്റ്റായിട്ടാണ് കേന്ദ്രം അംഗീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ ഇതൊരു വലിയ പദ്ധതിയായിട്ട് ഇവിടെ അനൗൺസ് ചെയ്യില്ലേ? രാജീവ് ചന്ദ്രശേഖർ ആൾറെഡി അതിന് പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷേ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത് സാർ തന്നെയാണ്. സാർ തന്നെ അത് ചെയ്യട്ടെ എന്നൊരു രീതിയിലാണുള്ളത്. രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം അതാണ്. അദ്ദേഹം ഒരു ബിസിനസ്മാൻ മാത്രമല്ല, ഈസ് എ ടെക്നോക്രാറ്റ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അശ്വിനി വൈഷ്ണവും അദ്ദേഹം ഒരു IT മാനാണ്. അദ്ദേഹത്തിന് ഇത് 3 പേർക്കിടയിൽ യാതൊരു പ്രശ്നവും ഇതിനകത്തില്ല. ഈ 3 പേരിൽ വളരെ ഇത് ഓക്കെയാണ്. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകുമെന്ന് പൂർണ്ണ വിശ്വാസത്തിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. നമുക്കുണ്ടാകുന്ന ഒരു വലിയ സംശയം, 93 വയസ്സായി. നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, പ്രത്യേകിച്ച് പ്രായമായ ആളുകളുടെ ഒരു സ്വഭാവ രീതിയൊക്കെ, ഈ 93-ാം വയസ്സിലും കൃത്യതയോടെ ഒരു നിഷ്ഠയുള്ള പ്രവർത്തനങ്ങളുമായി തന്നെയാണോ അദ്ദേഹം മുന്നോട്ട് പോകുന്നത്? ശരിക്കും അത്ഭുതം തോന്നുന്നു ആ വ്യക്തിത്വം കേട്ടോ. ഞാൻ ഇതായിട്ട് പറയുന്നതല്ല, ഞാനിങ്ങനെ സൈക്കോ അങ്ങനെ അർത്ഥത്തിൽ പറയുന്നതല്ല.
ഞാൻ 96 അദ്ദേഹത്തിന് ഞാൻ ഡൽഹി ചെല്ലുന്ന സമയത്ത് അദ്ദേഹം DMRCയുടെ പ്രവർത്തനമൊക്കെ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് കണ്ട സമയത്ത് ശരിക്കും പൂർണ്ണമായിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതിനേക്കാളൊക്കെ നല്ല ആരോഗ്യവാനായ മനുഷ്യൻ, ഓടി നടക്കുന്നു, എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഏതാണ്ട് അതേ ചുറുചുറുക്കും അതേ മനോഭാവമാണ് ഇപ്പോൾ. ബ്രെയിനൊക്കെ കൃത്യമാണ്. ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഞാൻ കോഴിക്കോട് ജോലി ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ അവസാനം നേരിൽ കണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഒരു ദിവസം എന്നെ അദ്ദേഹം വിളിച്ചിട്ട് ചോദിക്കുന്നത്, ശരികുമാർ കോഴിക്കോട് നിന്ന് എപ്പോഴാണ് പട്ടാമ്പി? ഞാൻ സാർ അല്ല സാർ, ഞാൻ തിരുവനന്തപുരത്ത് എപ്പോഴും ചോദിച്ചു. തിരുവനന്തപുരത്ത് എവിടെ ഓഫീസ്, എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിച്ചു. അത് സ്വാഭാവികമായിട്ടുള്ള സംസാരത്തിൽ എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ എൻ്റെ ജോലി എവിടേക്കാണ്, ഞാൻ എപ്പോഴാണ് പോകുക. ഞാനന്ന് പറഞ്ഞില്ല, ഞാൻ ആഴ്ച 3 ദിവസമാണ് തിരുവനന്തപുരത്ത് ഉണ്ടാവുക. അപ്പം 3 ദിവസം അത് ഏത് ദിവസമൊക്കെയാണെന്ന് ചോദിച്ചിട്ട് അന്ന് എന്നോട് പറഞ്ഞത് ഫ്രൈഡേ പോയിട്ട് മൺഡേ മടങ്ങി വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണോ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓർമ്മ ചൊവ്വാഴ്ചയാണ് അസംബ്ലം വെച്ചത്. ചൊവ്വാഴ്ച ഞാനിവിടെ ഉള്ളത് 10 സമയത്ത് വന്നുകൂടെയും ചോദിക്കുക. അതായത് ഞാൻ തിങ്കളാഴ്ച തിരിച്ച് വീട്ടിലെത്തുന്നു. ഇതുപോലെ ഓർമ്മിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ നിഷ്ഠ. പുലർച്ചെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധാരണ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹം തന്നെ ചെയ്യും. ഒരു കാര്യം വേറൊരാളുടെ സഹായത്തിൽ ചെയ്യുന്നത് ഇഷ്ടമല്ല. ഇടയ്ക്ക് അദ്ദേഹം ഈ പൂർണ്ണമായ പാർട്ടി പൊളിറ്റിക്സിൽ നിന്നൊക്കെ മാറി നിൽക്കുമെന്ന് പറയാൻ കാര്യം, അദ്ദേഹം സംസാരിക്കുമ്പോൾ ചില സമയത്ത് സംസാരിക്കുമ്പോൾ ചെറിയ പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേരൊക്കെ വിട്ടുപോകുന്നു. സദസ്സിലിരിക്കുന്ന ആളുടെ അതുപോലെ അങ്ങനെ സദസ്സിലിരിക്കുന്ന ആളുടെ പേര് ഇൻഷീൽ സഹിതം പറയാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് പോയി ഞാൻ പ്രസംഗിക്കുമ്പോൾ അത് ഞാൻ അവകാശനാവും. എനിക്കത് പറ്റില്ല. ഐ ആം ഈ ശ്രീധരൻ, ഞാൻ ഈ ശ്രീധരനായിട്ട് തന്നെ തുടരണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. പക്ഷേ ഒരു കുഴപ്പം കൂടാതെ കൃത്യമായി അദ്ദേഹം സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ചിട്ടയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഈ ഞാൻ പറഞ്ഞ നിഷ്ഠ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോഴും പുലർച്ചെ 6 മണിയാകുമ്പോഴേക്കും അദ്ദേഹം എഴുന്നേറ്റിരുന്നിട്ട് എല്ലാ ദിവസവും വായിക്കുന്ന ഭഗവത്ഗീത വായിക്കും. ഓരോ ദിവസവും അതിന് തൊട്ടടുത്ത് ഭാര്യയാണ് ഇരിക്കുന്നത്. ഭാര്യ ഉണ്ടെങ്കിലും ഭാര്യ ഇല്ലെങ്കിലും ആരില്ലെങ്കിലും പുള്ളി അതിന് വ്യാഖ്യാനം പറയുന്നു. അപ്പോൾ പറയും, ഞാൻ ചോദിച്ചു സാർ ദിവസം ചെയ്യുന്ന കാര്യം. ഞാൻ ദിവസം ചെയ്യുമ്പോൾ അതിന് പുതിയ വ്യാഖ്യാനം എനിക്ക് തോന്നുകയാണ് ശശികുമാർ. ഞാൻ തന്നെ തലേ ദിവസം വായിച്ച അല്ലെങ്കിൽ മുമ്പൊരിക്കൽ എപ്പോഴെങ്കിലും വായിച്ച് ഞാൻ കണ്ടെത്തിയ വ്യാഖ്യാനത്തിന് ഞാൻ വീണ്ടും വായിക്കുമ്പോൾ പുതിയൊരു വ്യാഖ്യാനം. അപ്പോൾ ഞാൻ ചോദിച്ചു സാർ, ഞാൻ എന്നെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ എനിക്കുണ്ടാകുന്ന എനർജി പുതിയ എനർജിയാണ്. അത്ഭുതമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളേക്ക് അദ്ദേഹം വലിയ മനുഷ്യനെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള അങ്ങേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന നിഷ്ഠകളെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടല്ലോ, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയതിൽ രാവിലെ അദ്ദേഹം പുലർച്ചെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്യുന്നു. പിന്നെ കുറേ നേരം പൂജ അല്ലെങ്കിൽ ധ്യാനം അല്ലെങ്കിൽ ഈ പാരായണം, അതുണ്ട്. പാരായണം നിർബന്ധമാണ്. അദ്ദേഹം പാരായണം നിർബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം വായിക്കുന്നത് മാത്രമല്ല, എല്ലാ വർഷവും അദ്ദേഹം പട്ടാമ്പിക്കടുത്ത് കറുകപുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ തറവാട്. അവിടെ ഒരു നരസിംഹ ക്ഷേത്രമുണ്ട്. അവിടെ എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ സപ്താഹമുണ്ട്. അദ്ദേഹം ഭാഗവതം വായിച്ച് ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത് വളരെ ഇതാണ്. ഇദ്ദേഹം ഭൂമാനന്ദ തീർത്ഥസ്വാമികളുടെ ഉത്തമ ശിഷ്യനാണ്. വളരെ അടുത്ത ബന്ധമാണ്. അത്രമാത്രം ഈ ഭൂമാനന്ദ തീർത്ഥസ്വാമിയുടെ അനുമതി വാങ്ങിയാണ് പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അത്രമാത്രം ആത്മീയമായിട്ട് വലിയ ഒരു ഉയർച്ചയുള്ള ആളാണ്, കഴിവുള്ള ആളാണ്. ഭഗവത്ഗീതയാണ് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന തത്വ ഗ്രന്ഥം. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, മെട്രോ ഓഫീസിൽ പോലും അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കർമ്മണ്യവാധികാരത്തെ. ഇപ്പോൾ ഈ കർമ്മണ്യവാധികാരത്തെ മാവലേഷ് കഥാചന അതൊരു തമാശ പോലെ സിനിമയിലൊക്കെ ജഗത് ശ്രീകുമാരൊക്കെ പല സിനിമയിലും തമാശയായിട്ടൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പറയുന്നതിൽ അതിൻ്റെ ഒരു അർത്ഥവ്യാപ്തി ഉണ്ടല്ലോ. അപ്പോൾ അർത്ഥവ്യാപ്തിയെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞുതരാറുണ്ട്, സംസാരിക്കുമ്പോൾ പറഞ്ഞുതരാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജോലി, എനിക്കൊരു നിക്ഷിപ്തമായൊരു ജോലിയുണ്ട്, എന്നിൽ നിക്ഷിപ്തമായിട്ടുണ്ടത്, അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞു സാർ 93 പക്ഷേ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ അദ്ദേഹം നേരത്തെ കൊടുത്തൊരു റിപ്പോർട്ടുണ്ടായിരുന്നു, ഗുരുവായൂർ ക്യൂ സിസ്റ്റം ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു ദിവസം ചെന്ന സമയത്ത് എനിക്ക് അതിൻ്റെ ഫയലെടുത്ത് തന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ചെയ്യത്തൊന്നുമില്ല, പക്ഷേ എങ്കിലും ഐ ഹാവ് ടു ബോധ്യപ്പെടുത്തണം ആരെങ്കിലും. അതുകൊണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ആനകൾക്കുള്ള സംരക്ഷണം കൊടുക്കുന്ന പദ്ധതികൾ. ഇപ്പോഴും അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യുന്നു. ഇപ്പോൾ കശ്മീർ ഇപ്പം വലിയ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ആയല്ലോ. ആ ലേ എന്ന് പറയുന്ന ആ തടാകം മുഴുവൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സഹായം വാങ്ങിയിരുന്നത് ശ്രീധരൻ സാറിൻ്റെ അടുത്ത് നിന്നായിരുന്നു. അത് കോടതിയിൽ അതിൽ പറഞ്ഞു, യു ഹാവ് ടു കൺസൾട്ട് വിത്ത് ഈ ശ്രീധരൻ. അദ്ദേഹമാണ് അത് ചെയ്തത്. UP-ലെ റെയിൽ പ്രോജക്റ്റ്. ഇപ്പോഴും അദ്ദേഹം വെറുതെ ഇരിക്കാതെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതൊരു കാര്യമാണ്. എല്ലാ ദിവസവും വൈകിട്ട് സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ സാർ 4:30 ആകുമ്പോഴേക്കും സാറും ഭാര്യയും കൂടെ നടക്കും. അപ്പോൾ ആ സമയത്ത് തിരിച്ചു വിളിക്കും. ഞാൻ നടക്കുമായിരുന്നു. ഞാൻ സാറേ ഞാൻ ഓർമ്മിക്കാതിരിക്കരുത്, അതൊക്കെ ഓർമ്മിച്ചിരിക്കേണ്ട ആവശ്യമാണ് എന്നൊക്കെ അങ്ങനെ നമ്മളെ തിരുത്തും. വലിയ അത്ഭുത മനുഷ്യനാണ് അദ്ദേഹം. ഇത്ര വമ്പൻ പദ്ധതികളൊക്കെ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിനകം തന്നെ വലിയ കോടീശ്വരനായി മാറിയേനെ. കാരണം അതിനുള്ള സ്കോപ്പൊക്കെ ഉണ്ട്. അദ്ദേഹം വളരെ ഒരു സാത്വിക ജീവിതമാണ്. ശരിക്കും സാത്വിക ജീവിതം, സാത്വിക ജീവിതം. അദ്ദേഹത്തിന് കയ്യിലുള്ളത് ആർക്കെങ്കിലും കൊടുക്കുക എന്നല്ലാണ്ട് എന്തെങ്കിലും അതിൽ നിന്ന് വാങ്ങുക എന്നുള്ളൊരു ബോധം അദ്ദേഹത്തിന് ഇല്ല. സമ്പാദിക്കണമെന്നോ അങ്ങനെയുള്ള ആഗ്രഹം ഇല്ല, അതൊന്നുമില്ല.
ശരിക്കും നമ്മൾ ഒരിക്കൽ സാറ് തന്നെ ഒന്ന് ഒരു ദിവസം പോകണം, വിളിച്ചാൽ മതി, വരാൻ വേണ്ടി പറയും. അപ്പോൾ പക്ഷേ എന്നിട്ട് ഒരു ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ടൊരു ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഒരു വലിയ സ്ഥാപനം നടത്തുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞു ശശികുമാർ വേണ്ട, കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിന് കൺസൾട്ട് ചെയ്യാൻ ഇല്ല, പുതിയ ജനറേഷനൊക്കെ വന്നില്ലേ, പക്ഷേ എൻ്റെ അധികാര പരിധിയിൽ എൻ്റെ ഒരു സ്ഥലം ഞാനുണ്ട്, ആ സ്ഥലത്തെ കാര്യങ്ങളാണ്. റെയിൽവേയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ചോദിച്ചുള്ളൂ പറഞ്ഞത്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, സാറിൻ്റെ ഒരു ഗൈഡൻസ് അവർക്ക് വേണം എന്ന് പറഞ്ഞു. ചെന്നിരുന്ന് ഞാൻ സംസാരിച്ച സമയത്ത് ഈ മനുഷ്യൻ്റെ അങ്ങോട്ട് പോയ ആളല്ല തിരിച്ചു വരുന്നത്, അയാളുടെ കാഴ്ചപ്പാട് മാറ്റിക്കൊണ്ടാണ് വരുന്നത്. ആ തരത്തിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ സാറി ചോദിച്ചില്ലേ സമ്പാദ്യം, എനിക്ക് അനുഭവമുള്ള ഒരു കാര്യം. അദ്ദേഹത്തിന് ഞാൻ എനിക്ക് വളരെ അടുത്ത ഒരു സ്കൂള്, ആ സ്കൂളിൽ ഞാൻ അദ്ദേഹത്തിനെ ആനുവൽ ഡേക്ക് കൊണ്ടുവരാമെന്ന് ചോദിച്ചു. അവരെന്നോട് ചോദിച്ചു, ഞങ്ങൾ തമ്മിലൊരു സൗഹാർദ്ദം കൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചതാണ്, ഞാൻ വരുന്നില്ല, ഇങ്ങനെ കുട്ടികളോടൊന്നും ഞാൻ പറയുന്നതൊന്നും കൊച്ചു കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല, പിന്നെ എന്താ ഞാൻ വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം സാറ് വന്നിട്ട് പോയി തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നെ തിരിച്ച് വിളിക്കുന്നു. അപ്പോൾ ഞാൻ വിളിച്ചു, ദൈവമേ പ്രോഗ്രാമിൻ്റെ എന്തെങ്കിലും പ്രശ്നം മോശമായിട്ട് നടക്കും. ഞാൻ ശശികുമാർ, ഞാൻ ഇന്നലെ സ്കൂളിൽ വന്നു, എനിക്കുള്ള സ്കൂൾ വളരെ ഇഷ്ടപ്പെട്ടു, നല്ല അന്തരീക്ഷം, നല്ല കുട്ടികൾ, ഞാൻ വിചാരിച്ചതിനേക്കാൾ കൊച്ചു കുട്ടികൾ പോലും ഞാൻ സംസാരിക്കുന്നത് മുഴുവൻ കേട്ടിരുന്നു. അവർക്ക് മനസ്സിലായില്ല എന്നുള്ളത് വേറൊരു ഭാഗം. എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഞാൻ അതുകൊണ്ട് അവിടുത്തെ ഒരു 10 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കണം, സമർത്ഥരായ അർഹരായ ആവശ്യക്കാരായ ആൾക്കാർക്ക് 10 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കണം, ഒരു 10,000 ഈച്ച്, 1,00,000 രൂപ ഒരു പ്രാവശ്യത്തേക്ക്. തുടർന്ന് തരാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും നടക്കുമെന്ന് എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട്. പക്ഷേ ഒരു വർഷം സാർ അന്നേരം തന്നെ ഒരു അഡ്രസ്സും അക്കൗണ്ട് നമ്പർ വാങ്ങിച്ച് പിറ്റേ ദിവസം പൈസ അയച്ചു തന്നു. അതേ സാധാരണ അങ്ങനെയല്ല, അങ്ങോട്ട് പൈസ കൊടുക്കണം. എനിക്ക് പൈസ ഇല്ലെങ്കിലും ഡ്രൈവറുടെ വണ്ടിക്ക് പൈസ കാശ് കൊടുക്കണമെന്ന് പറഞ്ഞ് വാങ്ങുന്ന, നിർബന്ധം പിടിച്ച് വാങ്ങുന്ന, കിട്ടിയത് കുറഞ്ഞു പോയി എന്ന് വലിയ പ്രമുഖരായ ആൾക്കാർ പരസ്യമായി പ്രസ്താവന നടത്തുന്ന കാലത്താണ് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു വലിയ അത്ഭുതം തന്നെയാണ്, വലിയ അത്ഭുതം. അപ്പോൾ പ്രായം ഒരു മാനദണ്ഡമല്ല, പ്രായം മാനദണ്ഡമല്ല. അദ്ദേഹത്തിൻ്റെ നിസ്സാരമായ ചില കാര്യങ്ങൾ, അതെനിക്കൊന്നും ഈ സാങ്കേതികമായ അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ. നമ്മൾ പാലാരിവട്ടം പാലം എന്ന വിവാദമൊക്കെ ഉണ്ടായ സമയം, പാലാരിവട്ടം പാലം പണിഞ്ഞത് കാക്കനാട്ടേക്കുള്ള ഗതാഗതം ഈസിയാക്കാൻ വേണ്ടി തടസ്സം ഉണ്ടായിരുന്ന പാലം. പക്ഷേ പാലാരിവട്ടം പാലം ഉണ്ടായിട്ട് പാലത്തിൻ്റെ താഴെ ബ്ലോക്ക്. അപ്പോൾ സാർ അവിടെ വന്ന് നോക്കിയിട്ട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, അങ്ങനെ കാര്യം. സാർ പറഞ്ഞു, കുറച്ച് മുമ്പോട്ട് പോയിട്ട് അവിടെ ഒരു യു-ടേൺ എടുക്കാൻ വേണ്ടി സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് വരുന്ന വാഹനം അവിടെ ചെല്ലുന്നു, അവിടെ നിന്ന് യു-ടേൺ എടുത്ത് അങ്ങോട്ട് പോകുന്നു, ഇവിടെ ബ്ലോക്ക് ആവില്ല. അവിടുന്ന് റൈറ്റ് സൈഡിൽ കൊണ്ട് 2 സ്ഥലത്തും ഓരോ തുറന്നു കൊടുത്തു, പാതയുടെ 2 സ്ഥലം തുറന്നു കൊടുത്തപ്പോഴേക്കും യാതൊരു കുഴപ്പം കൂടാതെ വണ്ടി പോകുന്നു. അപ്പോൾ ഇത് കാഴ്ചപ്പാടാണ്. ഞാനത് സാറിനോട് മനസ്സിലാക്കി ഈസിയായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയർമാരും ബാക്കിയുള്ള ആൾക്കാർ ആരൊക്കെയോ വേണ്ടി ചെയ്യുന്ന പ്രോജക്റ്റാണ്, ഇതിനകത്ത് മനസ്സ് അപ്ലൈ ചെയ്ത് ചെയ്യുന്നില്ല എന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാത്തതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഈ കേരളിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ പോലും സാറ് പറയാറുണ്ട്, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊന്നും ബുദ്ധിയില്ലാത്ത ആൾക്കാരോ അറിയാൻ വയ്യാത്ത ആൾക്കാരോ. പക്ഷേ ഒന്നുകിൽ അവർ കൃത്യമായി അവർ ഗൈഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ പറയുന്നത് ബന്ധപ്പെട്ട ആൾക്കാർ കേൾക്കുന്നില്ല. ഇദ്ദേഹത്തിന് BJP എന്ന ഒരു രാഷ്ട്രീയ ലേബൽ അടിച്ചു കൊടുത്തില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ ഒരു പൊതുവികസന കാഴ്ചപ്പാടിന് വേണ്ടി കൂടുതൽ ഉപയോഗിക്കാൻ കഴിയില്ല. എനിക്ക് അങ്ങനെ ഒരു ചോദ്യമുണ്ട്. പക്ഷേ അദ്ദേഹം BJPയുടെ ഒരു സ്ഥാനാർത്ഥിയൊക്കെ ആകുന്നതിന് മുമ്പ് പോലും അദ്ദേഹത്തിനോട് വളരെയേറെ ഒരു അകൽച്ച ഇവർ പാലിച്ചിട്ടുണ്ട്. ഭയമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് 2 കാര്യങ്ങളാണ്. അദ്ദേഹം ഈ നമ്മൾ സൂക്ഷ്മ നിരീക്ഷണം, കൃത്യനിഷ്ഠ, ഒരു തരത്തിലുള്ള സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റാണ്. സാറ് പറയുന്നത് DMRC എന്ന് പറയുന്ന ഒരു സംവിധാനം അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു നിലവാരത്തിലേക്ക് എത്താനുള്ള കാരണം എൻ്റെ ഈ നിർബന്ധങ്ങളും പിടിവാശി. പക്ഷേ ഏത് പ്രോജക്റ്റും DMRC കൊടുക്കണമെന്നൊരു വാശി അത് ഈ കാരണം കൊണ്ടാണ്. ഇന്നലെ ഒരു ചോദ്യം വന്നു, സാർ പറഞ്ഞാൽ 5 വർഷമാണ് ഈ പ്രോജക്റ്റ് തീർക്കാൻ വേണ്ടി വേണ്ടത്, 4.5 വർഷം കൊണ്ട് DMRC തീർക്കും, വേറെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷം കൂടെ പിടിക്കും. അല്ല, കൊച്ചി മെട്രോ ഇതൊക്കെ വന്നപ്പോൾ DMRC അദ്ദേഹം പറഞ്ഞത് കൺസൾട്ടന്റ് ആയിട്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ DMRCക്ക് ഒരു കൃത്യമായ നിലവാരമുണ്ട്, അതിനൊരു ഘടനയുണ്ട്. അവർ പറയുന്നത് ഓരോ ദിവസവും ഒരു പ്ലാൻ ചെയ്തിട്ടാണ് ഈ ടോട്ടൽ ഇത്ര ദിവസം വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. അന്ന് ഈ കൊച്ചിയിലെ കാര്യം ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ന ദിവസം മുതൽ മഴയാണ്, ആ ദിവസം നടക്കുന്ന പരിപാടി പകുതി പണിയേ നടക്കുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഇരട്ടി ദിവസമായി വേണം. ഈ കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി പ്ലാൻ ചെയ്യാനുള്ള ഇന്നിപ്പോൾ ഞാൻ സാറ് എനിക്ക് എൻ്റെ പ്രോജക്റ്റ് ഉണ്ട് കേട്ടോ, ഈ DPR ഞാൻ സാറിന് തരാം, അത് വായിച്ചത് അതിനകത്ത് 2-3 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് ഈ റെയിൽവേ 465 കിലോമീറ്റർ ദൂരത്തിൽ 20 മീറ്റർ വീതിയിൽ ഈ പാത പോവുകയാണ്. അവിടെ മഴയുണ്ടാകുമ്പോൾ മഴവെള്ളം ശേഖരിക്കപ്പെടും, അത് താഴെ തൂണാണുള്ളത്, ആ തൂണിലൂടെ താഴേക്കാണ് ഇത് പോകുന്നത്. ഈ വെള്ളം ഭൂമിയിൽ ചെന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ ലെവൽ എത്ര സെൻറ്റിമീറ്റർ ഉയരും. ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായി നമ്മൾ പറയാറില്ലേ, മറ്റേ വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ ചീരയും നനയുമെന്ന് പറഞ്ഞതുപോലെ വലിയൊരു പ്രോജക്റ്റ്. പിന്നെ അദ്ദേഹം പറഞ്ഞ 2 കാര്യം, വേറൊരു കാര്യം റോഡിലെ ഗതാഗതത്തിന് കുറവുണ്ടാകും. ഇവർ പറയുന്നത് ആദ്യത്തെ വർഷം 44,000 പേര് ഈ യാത്രയെ ഓപ്റ്റ് ചെയ്യും,
പൂർണ്ണ സംവിധാനമാകുമ്പോഴേക്ക് 5 ലക്ഷം പേര് പോകും. അങ്ങനെ വരികയാണെങ്കിൽ റോഡ് ഗതാഗതത്തിനകത്ത് വലിയൊരു വ്യത്യാസം ഉണ്ടാകും. ഒരു ദിവസം ഉണ്ടാകുന്ന 82 ടൺ എമിഷൻ കുറയും. പിന്നെ ഇതിൻ്റെ ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഉപയോഗം വൻതോതിൽ കുറയും. ഒരു 35,000 കോടി രൂപ ഒരു വർഷം സംസ്ഥാനത്ത് ഈ ഇനത്തിലൂടെ മാത്രം ലഭ്യമാകുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത്ഭുതപ്പെട്ടു പോകുന്ന കണക്കുകൾ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഈ കാഴ്ചപ്പാടിൽ ഒക്കെ വളരെ കൃത്യത അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഈ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നു സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്ന കാര്യമില്ല, അസാധാരണരായി ചിന്തിക്കുന്ന ആൾക്കാർ അവർക്ക് ഭ്രാന്താണെന്ന് നാട്ടുകാർ പറയും, വാസ്തവത്തിൽ ഭ്രാന്ത് നാട്ടുകാർക്കാണ്. അല്ല, അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് കൊണ്ടൊരു വലിയ പ്രയോജനമുണ്ട്. വിസ്മൃതിയിലേക്ക് പോകുമായിരിക്കും ഒരുപക്ഷെ ഈ അതിവേഗ റെയിൽ പദ്ധതി. ഇദ്ദേഹം ഇത്തരമൊരു ഓഫീസ് തുറന്നില്ലായിരുന്നുവെങ്കിൽ, കാരണം ഇപ്പോൾ കേന്ദ്ര പദ്ധതിയിലില്ല, നമുക്ക് ഉപേക്ഷിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വിവിധ രാഷ്ട്രീയ നേതാക്കൾ എത്തിയാൽ, ഭരണകൂടം എത്തിയാൽ, അതിവേഗ റെയിൽ പദ്ധതി വീണ്ടും വിദൂരതയിലേക്ക് പോയാൽ ഇദ്ദേഹത്തിൻ്റെ ഈ നിലപാട് ഇതിനെ ലൈവായി നിലനിർത്താൻ സഹായിക്കില്ലേ? നിശ്ചയമായിട്ട് സഹായിക്കാൻ മാത്രമല്ല, അദ്ദേഹം ഇതുകൂടാതെ അദ്ദേഹം വേറൊരു രസകരമായ ഒരു കാര്യം വളരെ യാദൃച്ഛ്യമായിട്ട് സംസാരിച്ച് പറഞ്ഞു. ടെക്നോക്രാറ്റ് ആയിരുന്നു, അവർക്ക് ഇങ്ങനെ ഉണ്ടല്ലോ. അത് സാറ് പറഞ്ഞു, അശ്വിനി വൈഷ്ണവിൻ്റെ അടുത്ത് സാറൊരു പ്രോജക്റ്റ് വെച്ചു, നിങ്ങൾ ഈ 3ാമത്തെ പാതയൊന്നും ഉണ്ടാക്കണ്ട, ഇവിടുത്തെ റെയിൽവേ ട്രാഫിക് കൃത്യമാക്കാം, സിഗ്നൽ സിസ്റ്റം മാറ്റുക. സിഗ്നൽ സിസ്റ്റം മാറ്റിയാൽ നിങ്ങൾക്ക് കേരളത്തിലെ മുഴുവൻ സിഗ്നൽ സിസ്റ്റം മാറ്റാൻ വേണ്ടി വേണ്ടത് 8,000 കോടിയാണ്. നിങ്ങൾ പുതിയ പാത ഇടാൻ വേണ്ടി വരുന്നത് 21,000 കോടി രൂപയാണ്. ഈ സിഗ്നൽ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സിഗ്നൽ സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സംഭവിക്കുന്നത് ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് വണ്ടി പോകണമെങ്കിൽ പോലും മുംബൈ പോകുന്ന വണ്ടി ആ സ്റ്റേഷനിൽ നിന്ന് വിട്ടുപോയ ശേഷം മാത്രമാണ് നിലവിലെ സംവിധാനം. സേഫ്റ്റി കാരണത്തിനാണ്. മറ്റേത് ഓട്ടോമാറ്റഡ് സിസ്റ്റമാണ്. അത് വരും വിദേശങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം പെട്ടെന്ന് ലൈറ്റ്. നമ്മൾ ചിലപ്പോൾ ഈ ഇന്ത്യയിൽ പോലും ഉണ്ട്. ഇന്ത്യയിൽ പോലും പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ എന്താ പറയുക, തിരക്കുള്ള റോഡിൽ കൂടെ ബൈക്ക് പോകുന്ന പോലെയാണല്ലോ ഈ സംഗതി പോകുന്നത്. നമ്മൾ തൊട്ടടുത്ത് വന്നിട്ട് മറ്റേ വണ്ടി കടന്നു പോയ ശേഷം മാത്രമേ ഉള്ളൂ. ഈ സംവിധാനം ഉണ്ടെങ്കിൽ സമയം ലാഭിക്കാം. നമ്മൾ ആരും മനസ്സിലാക്കാത്തൊരു കാര്യം, ഒരു വണ്ടി ഒരു സ്റ്റേഷനിൽ നിർത്തണമെങ്കിൽ ആക്സലറേഷൻ സ്പീഡ്, സ്റ്റോപ്പിൻ്റെ സ്പീഡ്, ഇത് രണ്ടും കൂടി മാത്രം വരുന്നുണ്ട്. 3 മിനിറ്റ് നഷ്ടപ്പെടുന്നുണ്ട് ഒരു സ്റ്റേഷനിൽ. അങ്ങനെ എത്ര സ്റ്റേഷൻ കേരളത്തിലുണ്ട്? ആ സ്റ്റേഷനിലെല്ലാം വണ്ടി പോകുന്ന സമയത്ത് എത്ര സമയമാണ് നഷ്ടപ്പെടുന്നത്? ഇത് കൂടാതെയാണ് മറ്റേ മുമ്പിൽ പോയിരിക്കുന്ന വണ്ടിയുടെ പിൻഭാഗം അവസാനത്തെ ട്രാക്കിൻ്റെ അവസാനം കടന്നുപോയാൽ മാത്രമേ നമ്മുടെ ഈ വണ്ടിയുടെ മുൻഭാഗം എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന തിയറി. അത് മാറ്റിയാൽ സംവിധാനം മാറും. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഓട്ടോമാറ്റഡ് സിസ്റ്റം ആക്ക്, പെർഫെക്റ്റ് ഓട്ടോമാറ്റഡ് സിസ്റ്റം ആക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം ആവശ്യമില്ല. അശ്വിനി വൈഷ്ണവ് അപ്പം തന്നെ സെക്രട്ടറിയെ വിളിച്ചിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞ ഈ കാര്യത്തിൻ്റെ മേലിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, സാർ ഞങ്ങൾക്ക് ഇത് പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് പക്ഷേ ഇത് പറഞ്ഞില്ല? സാർ ഇത് കേരള. ഈ അത്ഭുത മനുഷ്യനെ ശരിക്കും ഇന്ത്യ ഉപയോഗപ്പെടുത്തി, പക്ഷേ കേരളം ഒട്ടും ഉപയോഗിക്കും. സത്യം, സങ്കടകരമായ കാര്യമാണ്. ഇപ്പോഴും അദ്ദേഹത്തിനെ ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഫ്രണ്ട്സ് ഓഫ് എന്തെല്ലാം ആക്ടിവിറ്റി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ, അദ്ദേഹം ഭാരതപ്പുഴ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പാലക്കാട്ട് മറ്റേ കൽപ്പാത്തി എന്ന് പറഞ്ഞ ഭാഗം, അവിടെയാണ് ഈ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഇതിന് സംഭവിക്കുന്ന കാര്യം. അദ്ദേഹം അവിടെ മുഴുവൻ വലിയ JCB ഒക്കെ കൊണ്ടുവന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒക്കെ പദ്ധതി ആരംഭിച്ചിട്ട് തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ഇതുപോലുണ്ടായി. ഈ ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ പലതായിട്ട് അടിച്ചു പിരിഞ്ഞു, തീർന്നു, അതിൻ്റെ കഥ കഴിഞ്ഞു. അത് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പൊളിറ്റിക്സ്. പക്ഷെ നമുക്ക് അദ്ദേഹത്തിലെ ഒരു സ്വപ്നജീവിയെ പലപ്പോഴും സംശയിച്ചു പോകുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കുക മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി എന്ന മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മട്ടും മാതിരിയും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ റിയൽ നമ്മുടെ പ്രായോഗിക രാഷ്ട്രീയവും ഈ കണക്കും തമ്മിലുള്ള വ്യത്യാസമാണ് എനിക്ക് തോന്നുന്നത്. നമ്മളും പലപ്പോഴും ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് അദ്ദേഹം പറ്റില്ല, രാഷ്ട്രീയത്തിന് ചെയ്യില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂക്കഡായിട്ടുള്ള കാര്യമില്ലേ. അതേപോലെ അല്ല, ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹം വൈദ്യുതി കടത്തിവിടുന്ന കാര്യം പറയുകയാണെങ്കിൽ ഇത്ര പിന്നെ എന്താ പറയുക വോൾട്ടേജ് അല്ലെങ്കിൽ ഇത്ര വോൾട്ടേജ് ഇത്ര സമയം ഇത്ര കറണ്ട് കടന്നു പോയാൽ ഉണ്ടാകുന്ന റിസൾട്ട് ആര് കടത്തിവിട്ടാലും ഒരുപോലെയാണല്ലോ. മറ്റു രാഷ്ട്രീയ നോക്കുമ്പോൾ അതിൽ കൂടെ പൈസ കിട്ടുന്നു. അവന് ആ കറണ്ടിനകത്ത് നിന്ന് എങ്ങനെ കാശുണ്ടാക്കാമെന്ന് വേറെ അത് ആലോചിച്ച് നോക്കുന്നതാണ്. കറണ്ട് പോകുന്ന തലയ്ക്ക് മുകളിലൂടെയാണെങ്കിലും പൈസ താഴെ പെട്ടി വീഴും. അതെ, ആ സംവിധാനം അവർക്കറിയാവുന്ന അവരത് ഓപ്പറേറ്റ് ചെയ്യും. സാറിന് അത് ശരിയാണ്. ഇലക്ട്രൽ പൊളിറ്റിക്സിൽ എനിക്ക് തോന്നുന്നില്ല സാറിൻ്റെ കണക്കൂട്ടൽ അത്ര മോശമായില്ല എന്ന് തോന്നി. എന്നാലും അങ്ങനെയല്ല. എങ്കിലും ഈ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാനമൊന്നും നമുക്ക് പറയുക വയ്യ, കാരണം ഇനിയും അദ്ദേഹം ദീർഘകാലം ജീവിച്ചിരിക്കട്ടെ. പക്ഷെ 93-ാം വയസ്സിലെത്തിയ അദ്ദേഹത്തെ കൃത്യതയോടെ ഈ സംസ്ഥാനം ഉപയോഗിക്കണം, അല്ലേ? പല സമയങ്ങളിലും അദ്ദേഹം തെളിയിച്ചു തന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഭ എന്നാന്നുള്ളത് തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്. നിസ്സാര കാര്യങ്ങൾ പാലാരിവട്ടത്തെ പാലത്തിൻ്റെ അവിടെ എന്ത് ലാഭങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നത്? എത്ര ലാഭം വെച്ചാൽ എത്രയോ കിലോമീറ്റർ ക്യൂടൊക്കെയാണ് വണ്ടികളെ. അതൊക്കെ ഈ സംവിധാനം മാത്രം ഉണ്ടാക്കിയപ്പോൾ വണ്ടികൾ ഈസിയായി കടന്നു പോകുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാവുന്ന ആളെന്ന നിലയിൽ അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങൾ വിനിയോഗിക്കാവുന്നുണ്ട്. പക്ഷേ വിനിയോഗിക്കുന്നില്ല. അത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും കൊള്ളാം, എന്തിൻ്റെ പേരിലായാലും കൊള്ളാം, ഈഗോയുടെ പേരിലായാലും കൊള്ളാം.
ഒക്കെ അത് ചെയ്യുന്നത് വലിയ കഷ്ടം തന്നെയാണ്. എന്തായാലും അതിവേഗ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, അതിവേഗം വരട്ടെ എന്നുള്ളത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഏറ്റവും വലിയ ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിർത്താവുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിനിഷ്ഠയും ശുദ്ധിയും. അദ്ദേഹം ആൾക്കാരോട് സംസാരിക്കുന്നതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചെല്ലുന്ന സമയത്ത് ഈ ഇപ്പം ഞാനും സാറും കൂടി പോകുന്നു, നമ്മുടെ കൂടെ ചിലപ്പോൾ വേറെ 2 പേരുണ്ടായിരുന്നു. ആ മറ്റ് 2 പേര് ആരാണെന്നും അവരെന്താണെന്നും ഒക്കെ വളരെ സൂക്ഷ്മമായിട്ട് ഇദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കി അത് ഓർമ്മയിൽ വയ്ക്കും. മനുഷ്യത്വമുള്ള ഒരു ടെക്നോക്രാറ്റ് അല്ലേ? ടെക്നോക്രാറ്റ്. ഇദ്ദേഹം വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ക്ലാസ്മേറ്റ് ആയിരുന്നു ടി.എൻ. ശേഷനുമായിട്ട് അത് ഡൽഹിയിലുള്ള സമയത്ത് കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ കണക്ഷൻസ് വിട്ടുപോയി. പക്ഷേ ഒരു ദിവസം ടി.എൻ. ശേഷൻ്റെ മരണാനന്തരം ടി.എൻ. ശേഷൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തിന് മക്കളില്ലല്ലോ, അദ്ദേഹത്തിന് അനന്തരവന്മാരെല്ലാം വിളിച്ചിട്ട് പറയുന്നു, ഞങ്ങൾക്ക് അങ്ങേ വന്ന് കാണേണ്ട ആവശ്യമുണ്ട്, അവിടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ഉണ്ടാവും, വന്നോളൂ. എന്നാന്ന് ചോദിച്ചു. അവിടെ വന്നപ്പോൾ എന്നാ പറയുക, ടി.എൻ. ശേഷൻ്റെ പേന, ടി.എൻ. ശേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വിൽപ്പത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ പേന കൊടുക്കേണ്ടത് ശ്രീധരനാണെന്ന്. സാറത് പൊന്നുപോലെ സാറിൻ്റെ വീട്ടിൽ, സാറിൻ്റെ വീട്ടിലൊരു മ്യൂസിയം ഉണ്ട് കേട്ടോ. ഏതെല്ലാം രാജ്യത്തിൽ നിന്ന് എന്തെല്ലാം സമ്മാനങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്, ബഹുമതികൾ. സമ്മാനം വെച്ച് കഴിഞ്ഞാൽ വിൽപ്പത്രത്തിൽ ഒരു പേന എഴുതി കൊടുത്തിരിക്കുന്നു. സാറത് വളരെ പൊന്നുപോലെ സൃഷ്ടിച്ചിട്ടുണ്ട്. സാറിനെ എടുത്ത് കാണിച്ചു. ഞാനതിങ്ങനെ കൈ വാങ്ങിച്ച് നോക്കി. എന്തൊക്കെ പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളിലൊക്കെ ഒപ്പിട്ടിരിക്കുന്ന ഒരു പേനയായിരിക്കും. ഭാരതത്തിൻ്റെ ഡെസ്റ്റിനിയൊക്കെ നിശ്ചയിച്ച ഒരു ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നില്ലേ? അപ്പോൾ ഞാൻ പേനൊക്കെ വാങ്ങിച്ച എനിക്ക് വലിയ ആദരം തോന്നി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങൾ കൊടുത്തിരിക്കുന്ന ബഹുമതികൾ, സമ്മാനങ്ങൾ അതെല്ലാം സൂക്ഷിച്ച് അതെല്ലാം സാറ് ഒരു കൊച്ചു കുട്ടി വിവരിച്ചു തരുന്ന പോലെ നമുക്ക് വിവരിച്ചു തരും. അവിടേക്കാണ് അതിൻ്റെ ഒരു വലിയ മഹത്വം. ശരിക്കും എനിക്ക് വലിയ ആരാധനയുള്ള മുഖം. ഞാനിപ്പോൾ ചെന്നാലും കാറ് തൊട്ട് നമസ്കരിച്ചിട്ട് ഞാൻ പോരാറുള്ളൂ. വലിയ അത്ഭുത ആദരങ്ങളോടെ കാണുന്ന ഒരു മനുഷ്യനാണ്. മനുഷ്യരാകണമെന്ന് നമ്മൾ കവിതയിലൊക്കെ അതൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ആകുക എന്ന് പറയുന്നത് അതൊരു അസാധ്യ അത്ഭുതമാണ് അല്ലേ? തീർച്ചയായിട്ടും മെട്രോ ശ്രീധരൻ വലിയൊരു അത്ഭുതം തന്നെയാണ്. വളരെ നന്ദി.